പേര് എന്താണ്? എൻ്റെ പേര് വി സി വർഗീസ്. ഓക്കെ, ഗുഡ്. പാലക്കാട് ആര് ജയിക്കും? പാലക്കാട് ഒരു സംശയം വേണ്ട, BJP സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ തന്നെ ജയിക്കും. ഇവിടെ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് കാരണം? ഇത്ര ഉറപ്പിച്ച് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ പാലക്കാടിൻ്റെ മണ്ണിൽ ജനിച്ച് ഇവിടുത്തെ സകലമാന ആൾക്കാരുമായിട്ട് വ്യക്തിബന്ധം പുലർത്തുന്ന, എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള, വളരെ കാലങ്ങളായി പൊതുജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റാണ് ശ്രീ കൃഷ്ണകുമാർ. പാലക്കാട് ക്രിസ്ത്യാനിറ്റി ആരുടെ കൂടെയാണ് ഇപ്രാവശ്യം? പാലക്കാട് ക്രിസ്ത്യാനിറ്റി 99% ആൾക്കാരും ഇന്ന് ശ്രീ കൃഷ്ണകുമാറിനെ പിന്തുണയ്ക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം മുനമ്പത്തെ വിഷയം കണ്ട് ഇടതിലും വലതിലുമുള്ള സകല വിശ്വാസവും നഷ്ടപ്പെട്ടു. കാരണം നിയമസഭയിൽ ഒന്നിച്ച് വഖഫ് ബോർഡ് നിയമ ഭേദഗതിക്ക് എതിരായിട്ട് ഒന്നിച്ച് ഇടതിലും വലതിലും ചേർന്ന് പ്രമേയം പാസ്സാക്കിയതിലൂടെ ഇവരുടെ കാപട്യം തുറന്നു കാട്ടിയിരിക്കുകയാണ്. വികസനം എങ്ങനെയാണ്? പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP ആണല്ലോ. അതെ. വികസനത്തിനെ കുറിച്ച് എന്താ പറയാനുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റി? പാലക്കാടിൻ്റെ വികസനം സ്വാഭാവികമായും മറ്റുള്ള മുനിസിപ്പാലിറ്റികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ റോഡ് വികസനവും മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് പോകുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർ വിജയിച്ചു കഴിഞ്ഞാൽ വികസനം ഉണ്ടാവില്ല എന്നുണ്ടോ? മറ്റുള്ളവർ ആണല്ലോ ഇതുവരെ ഭരിച്ചത്. ഇവിടെ MP MLA ആയിട്ട് മറ്റുള്ളവർ ഭരിച്ച സമയത്തൊക്കെ പാലക്കാടിൻ്റെ കാര്യമായിട്ടുള്ള വികസനം കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ട്രഷറിയിൽ പണമില്ലാത്തതുകൊണ്ട് MLA ഫണ്ട് ഇവിടെ വരുന്നില്ല. പക്ഷേ ശ്രീ കൃഷ്ണകുമാർ ജയിച്ചു വന്നാൽ കേന്ദ്ര ഫണ്ടുകളുടെ കൃത്യമായിട്ടുള്ള വിനിയോഗമുണ്ടാകും. കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ ഭംഗിയായിട്ട് നടപ്പിലാക്കാനായിട്ട് ശ്രീ കൃഷ്ണകുമാറിന് സാധിക്കും. അതുകൊണ്ട് പാലക്കാടിലെ ജനങ്ങൾ ഈ പ്രാവശ്യം ശ്രീ കൃഷ്ണകുമാറിനെ ജയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാലക്കാട് കൃഷ്ണകുമാറിൻ്റെ ഒരു ഓഫറാണ്, 1.5 കൊല്ലം കൊണ്ട് വികസനം കൊണ്ടുവന്ന് കാണിച്ചു തരും, അതല്ലെങ്കിൽ എന്നെ നെക്സ്റ്റ് ടൈമിൽ എന്നെ പരിഗണിക്കേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? അല്ല, വാസ്തവത്തിൽ 1.5 വർഷക്കാലം ശ്രീ കൃഷ്ണകുമാറിന് ഇവിടെ കിട്ടുമെന്ന് പറയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു പരീക്ഷണത്തിൻ്റെ ഘട്ടമാണിത്. 1.5 വർഷം കൊണ്ട് ഇവിടെ ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്ത് ഈ പാലക്കാടിൻ്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് മുഖച്ഛായ മാറ്റി പാലക്കാടിൻ്റെ വികസനം സംസ്ഥാനത്തെ മറ്റ് 140 മണ്ഡലങ്ങളിലും അത് ഒരു മോഡലാക്കിക്കൊണ്ട് മാതൃകയാക്കിക്കൊണ്ട് വേണം ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളം പിടിക്കാനായിട്ട്. ഇപ്പോൾ നെക്സ്റ്റ് ഇലക്ഷനിൽ BJP കേരളം പിടിക്കും എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളെ പ്രതീക്ഷിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അടിത്തറ പാകിയിട്ടുണ്ട്. അത് വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കേരളം ഭരിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കാണിക്കും തീർച്ചയായിട്ടും. എന്നാലും ഭൂരിപക്ഷം കിട്ടോ? ക്രിസ്ത്യാനിറ്റി എങ്ങനെയാണ്? ക്രിസ്ത്യാനിറ്റി മാറി ചിന്തിക്കുന്നുണ്ടോ? പിന്നെ സംശയം എന്താ കാര്യത്തിലുള്ളത്? മറ്റുള്ള സംസ്ഥാനങ്ങൾ നമുക്കറിയാം, ന്യൂനപക്ഷങ്ങൾ കൂടുതലായിട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഭരിക്കുന്നത് BJP ആണ്. കേരളത്തിലും ആ ഒരു കാഴ്ചപ്പാടിലേക്ക് BJP അല്ല ഭരിക്കുന്നത്. ഗോവയിൽ BJP ആണ്. 2ാം തവണയാണ് അല്ലേ? അതെ. ഓക്കെ, എന്നാൽ പാലക്കാട് ബിഷപ്പിന്റെ അഭിപ്രായം എന്താണ്? പാലക്കാട് ബിഷപ്പൊക്കെ ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിരാശയിലാണ്. പാലക്കാട് ബിഷപ്പ് മാത്രമല്ല, കേരളത്തിലെ ക്രിസ്ത്യാനി സമൂഹം പൊതുവെ ഈ വഖഫ് ബോർഡ് അധിനിവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശങ്കയിലാണ്. അതിനകത്ത് ഇടതിനെയും വലതിനെയും ഒരുപോലെ വെറുത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയുള്ളൊരു ബൈ ഇലക്ഷനാണ് ഇവിടെ നടക്കുന്നത്. പാലക്കാട് ബിഷപ്പ് പറഞ്ഞതാണ് BJPയുമായി തൊട്ടുകൂടായ്മ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ. അപ്പൊ ജനങ്ങളുടെ വോട്ട് BJPക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 100% ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. കാരണം പാലക്കാട് ബിഷപ്പ് പറഞ്ഞത് മാത്രമല്ല, ഇവിടുത്തെ ക്രിസ്തീയ പുരോഹിതന്മാരും മറ്റ് സഭാ നേതാക്കന്മാരും ഒക്കെ വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ BJPയിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ പാലക്കാട് തൃശ്ശൂർ ആവർത്തിക്കും. 100% താമര വിരിയും. തൃശ്ശൂർ ആവർത്തിക്കും, പാലക്കാട്ടും. ഓക്കെ, താങ്ക് യു.